കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അതറിഞ്ഞൂടെ, ദേശാഭിമാനിയാണ് വായിക്കുന്നത്. സി കേശവൻ. വിജയരാഘവൻ. സുകുമാര പിള്ള ആകാൻ സാധ്യതയുണ്ട്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്കാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഭക്തജനങ്ങൾക്ക് മുന്നിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാല? കൊള്ളായിരുന്നു, നല്ല പൊങ്കാലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. ആഹാരമൊക്കെ കിട്ടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വെള്ളം എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം എല്ലാ ഉണ്ടായിരുന്നു. സൗകര്യം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, മഴയില്ലായിരുന്നു. ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? ചൂടൊക്കെ ഉണ്ടായിരുന്നു. ചൂടുണ്ടായിരുന്നല്ലേ? പൊങ്കാലയ്ക്കകത്ത് ചൂടൊക്കെ ഉണ്ടെങ്കിലേ ഒരു പൊങ്കാലയാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൈവശം ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അലർജി ക്ലിനിക്കാണ്, തൊപ്പിച്ചന്ത കേന്ദ്രമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. കൂടാതെ 6 മാസം കൊണ്ട് നമ്മളുടെ ശരീരഭാരം കുറയ്ക്കുന്ന ഒരു ചികിത്സയുമുണ്ട്. ഷുഗറിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും അവിടെ നിന്ന് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. പത്രം വായിക്കാറുണ്ടോ? ഇല്ല. മുമ്പ് വായിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ ഈ കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അതിപ്പോ അറിയാൻ വയ്യ. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അറിഞ്ഞൂടാ. മാതൃഭൂമിയുടെ അറിഞ്ഞൂടാ. പക്ഷെ ഏത് പത്രമാണ് വായിക്കുന്നത്? മലയാള മനോരമ, മാതൃഭൂമിയും വായിക്കും. കേരള കൗമുദി വായിക്കൂലേ? കേരളമതി വായിക്കും, വരുത്തുന്നില്ലല്ലേ? എന്നാ അങ്ങനെ ഒരു പത്രം ഉണ്ടല്ലോ. ഉണ്ട്. ആ കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കേരളമതി അറിയത്തില്ല. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന്? അതറിഞ്ഞൂടെ, ദേശാഭിമാനിയാണ് വായിക്കുന്നത്. അതെ. ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അറിയില്ല. തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്ഥാപകൻ വിജയരാഘവൻ. ഉറപ്പാണ്. എന്നാൽ വിജയരാഘവനല്ല, മറ്റൊരാളാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അറിയത്തില്ല. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അറിയത്തില്ല. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി അടിപൊളിയായിരുന്നു. ഒരു ക്ഷീണമൊന്നുമില്ലല്ലേ? ഇല്ല, ക്ഷീണമൊന്നുമില്ല. നമ്മൾ ട്രെയിനിലാണ് വന്നത്, ഒരു ക്ഷീണമില്ല. അങ്ങോട്ടും ട്രെയിനിൽ, ഇങ്ങോട്ടും ട്രെയിനിൽ തന്നെ. ടിക്കറ്റ് എടുക്കാതെ എടുത്തൊന്നുമില്ല. എല്ലാ വർഷത്തെയും പോലെ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ന് മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. അപ്പോൾ ഇതെല്ലാം കുടുംബാംഗങ്ങളാണ്, അയൽക്കാരും കുടുംബാംഗങ്ങളും. എന്റെ മോളും മരുമോനും മോനും ഒക്കെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അറിയത്തില്ല. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ജർമ്മൻ ഹോമിയോ ക്ലിനിക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ അണ്ണൻ ആ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരാണ്? സി കേശവൻ. കേരള കൗമുദിയുടെ സ്ഥാപകൻ ആരായിരുന്നു? കേരള കൗമുദിയുടെ സ്ഥാപകൻ സുകുമാര പിള്ള ആകാൻ സാധ്യതയുണ്ട് എന്ന്. സുകുമാര പിള്ളേ? സുകുമാര പിള്ള ആകാൻ സാധ്യത. എന്നാ ആ സുകുമാര പിള്ള അല്ല, 100% സാധ്യത തെറ്റാണ്. അറിഞ്ഞൂടാ. നമ്മൾ ജോയിണ്ണം പറഞ്ഞ് സുകുമാര പിള്ളയെന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് പത്രാധിപർ കെ സുകുമാരനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ? എന്നാൽ അവരല്ല.
അതിൻ്റെ സ്ഥാപകൻ CV കുഞ്ഞുരാമനാണ്. 1911 തിരുവനന്തപുരത്ത് നിന്നാണ് കേരള കൗമുദി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.